മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ കടുത്ത നടപടി പാടില്ലെന്ന് കർണാടക ഹൈക്കോടതി. SFIO ആവശ്യപ്പെട്ട രേഖകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക് കൈമാറണം. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ഹർജി വിധി പറയാൻ മാറ്റി. ഒരേ കേസിൽ രണ്ട് അന്വേഷണം നടത്തുന്നതിനെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ അരവിന്ദ് ദത്താർ കോടതിയിൽ ചോദ്യം ചെയ്തത്. കമ്പനി നിയമപ്രകാരം അന്വേഷണം നടക്കുന്നുണ്ട്. അതേസമയം SFIO നടത്തുന്ന അന്വേഷണം നിയമവിരുദ്ധമാണ്. SFIO അന്വേഷണത്തിന് മുമ്പ് തന്നെ രജിസ്ട്രാർഡ് അന്വേഷണം ആരംഭിച്ചിരുന്നു. SFIയുടെ അന്വേഷണം 212 വകുപ്പ് പ്രകാരമാണ്. സഹാറ കേസിലെ പോലെ എക്സാലോജിക്കിൽ ഈ വകുപ്പ് ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ആദ്യഘട്ട അന്വേഷണത്തിൽ തന്നെ SFIO ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കെ അരവിന്ദ് കമ്മദ് കോടതിയെ അറിയിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് CMRL 135 കോടി സംഭാവന നൽകി. സേവനം നൽകാതെ 1.76 കോടി എക്സാലോജിക്കും കൈപ്പറ്റി. ഇൻകം ടാക്സ് രേഖകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണിതെന്ന് SFIO കോടതിയെ അറിയിച്ചു. അന്വേഷണത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ ഹർജിക്കാരന് ചൂണ്ടിക്കാട്ടാം. ഈ ഘട്ടത്തിൽ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ഹർജി നിലനിൽക്കില്ലെന്നും SFIO വാദിച്ചു. ഇരുവാദങ്ങളും വിലയിരുത്തിയ ശേഷമാണ് ജസ്റ്റിസ് നാഗപ്രസന്ന കേസ് വിധി പറയാനായി മാറ്റിയത്. വിധി വരും വരെ കടുത്ത നടപടികൾ വേണ്ടെന്നാണ് കോടതി നിർദ്ദേശം. ഇത് എക്സാലോജിക്കിനും വീണ വിജയനും ഒരു പരിധിവരെ ആശ്വാസമാണ്. എന്നാൽ SFIO ആവശ്യപ്പെടുന്ന രേഖകൾ ഈ കാലയളവിൽ തന്നെ നൽകണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നു. ബംഗളൂരുവിൽ നിന്ന് മനേഷ് മൂർത്തി, 24.